കഴിഞ്ഞ ഇടതുമുന്നണിയോട് ഒപ്പം വന്നതിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെയും ആ പാർട്ടിയുടെയും നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഉതകുന്നത് തന്നെയായിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇന്നും അദ്ദേഹം ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമാകാനും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇത്തരമൊരു ചർച്ച നടത്തുന്നത് തന്നെ എത്ര കണ്ട് അർത്ഥവത്താണ് എന്നുള്ള സംശയമുള്ള ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസിലെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നേതാവ്, ആ പാർട്ടിയുടെ ചെയർമാൻ. അദ്ദേഹം ഒരർത്ഥശങ്കയുമില്ലാതെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ആ പാർട്ടിയിലെ പ്രമുഖരായ എല്ലാ നേതാക്കളും, അതിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, MLA മാർ, ഇവരെല്ലാം ഞങ്ങൾ ഇടതുമുന്നണിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെയാണ് എന്നെല്ലാം ഇതിനോടകം ഒരർത്ഥശങ്കയുമില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ തീർച്ചയായും UDF-കാർ കാണുന്ന സ്വപ്നം, UDF-ന് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകാം, ഏതു വിധേനയും ഭരണത്തിലേക്ക് എത്തുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെ ഒരുപക്ഷെ അങ്ങനെ സ്വപ്നം കാണുന്നതിൽ അവരുടെ അവകാശത്തെ നമുക്ക് കുറ്റം പറയാനാവില്ല. അങ്ങനെ സ്വപ്നം കാണാനുള്ള അവകാശം കോൺഗ്രസിനും ലീഗിനും എല്ലാം ഉണ്ട്. ആ സ്വപ്നത്തെ ഞാൻ വില കുറച്ച് നിരാകരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ അതൊരു മലർപ്പടിക്കാരൻ്റെ സ്വപ്നമായി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവശേഷിക്കുമെന്ന് മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗുകാരുമൊക്കെ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞതിൽ നിന്ന് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഭരണത്തിലെത്താൻ വേണ്ടി ഒരു ശ്രമം UDF നടത്തുന്നു, അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടാകാം, അതിന്റെ ഭാഗമായി അവർ സ്വപ്നം കാണുന്നുണ്ടാകാമെന്ന്. അതായത് ഭരണം ഉണ്ടാകണമെങ്കിൽ കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം താങ്കളുടെ ആ വാചകത്തിൽ വായിച്ചാൽ തെറ്റുണ്ടോ? കാരണം അത് തന്നെയാണ് ഇന്ന് ജോസ് കെ മാണിയും പറഞ്ഞത്. എവിടെ കേരള കോൺഗ്രസ് ഉണ്ടോ അവിടെ ഭരണമുണ്ട്. അപ്പോൾ അടുത്ത ഭരണം എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ അടുത്ത ഭരണം എവിടെയാണോ അവിടെ കേരള കോൺഗ്രസ് എന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുക. അപ്പോൾ ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ ഭരണം ഉള്ളിടത്ത് കേരള കോൺഗ്രസ് പോകുന്നു, ഇപ്പോൾ UDF-നാണ് ഭരണം കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സാധ്യത മുന്നിൽ കണ്ട് UDF-ലേക്ക് പോകാം, അല്ലെങ്കിൽ LDF തന്നെ തിരിച്ചു വരണം. LDF തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകും കേരള കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്, മാണി വിഭാഗം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏത് നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ താങ്കൾ കാണുന്നത്? ഇല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയൊന്നും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ MLA-മാരുടെ എണ്ണവും ജനപിന്തുണയും വോട്ട് ഷെയറും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത്. മൂന്നാമതൊരു പിണറായി സർക്കാരിലേക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിലേക്ക് പോകുമ്പോഴും അത് കേരളത്തിൽ നിലവിലുള്ളതിനേക്കാൾ MLA-മാരുടെ പിന്തുണയോടുകൂടി തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ ഭരണം ഉണ്ടാകുമ്പോൾ ആ ഭരണത്തിൻ്റെ ഭാഗമായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിലെ കേരള കോൺഗ്രസും ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ സംശയിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ടതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഭരണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസും UDF-ഉം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഏത് തരത്തിലും കോൺഗ്രസ് നിലപാടെടുക്കുകയും അല്ലെങ്കിൽ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ഈ കോൺഗ്രസ്, ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വം നയിക്കുന്ന UDF-ലേക്ക് അദ്ദേഹത്തിന് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക്, അല്ലെങ്കിൽ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും എങ്ങനെയാണ് മടങ്ങാൻ കഴിയുക? കേരളത്തിലെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എങ്ങനെയാണ് UDF വിട്ട് LDF-നൊപ്പം ചേരുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആ രൂപപ്പെടുന്നതിന് ഇടയാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെ, കേരള കോൺഗ്രസിനോടുള്ള സമീപനവും UDF-ൽ നിന്ന് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും UDF-ലെ മറ്റ് കക്ഷികളുമെല്ലാം എടുത്തിട്ടുള്ള നിലപാടുകളുമെല്ലാം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്.